കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ചാടിപ്പോയ പെരിന്തൽമണ്ണ ദൃശ്യ കൊലക്കേസ് പ്രതി വിനീഷ് സംസ്ഥാനം വിട്ടെന്നായി സൂചന. രണ്ടാം തവണയാണ് വിനീഷ് കുതിരവട്ടത്ത് നിന്ന് രക്ഷപ്പെടുന്നത്. വിനീഷ് രക്ഷപ്പെട്ടിട്ട് ഇന്ന് 5 ദിവസം പിന്നിടുകയാണ്. ബെൻസൺ ബാബു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബെൻസൺ, കാപ്പി കുടിക്കാൻ കൊടുത്ത ഗ്ലാസ് കൊണ്ട് ഭിത്തി തുറന്ന് രക്ഷപ്പെട്ടു എന്നാണ് റിപ്പോർട്ട്. ഇത് എങ്ങനെ സംഭവിക്കും എന്നുള്ളത് തന്നെ ആശങ്കപ്പെടുത്തുന്നതാണ്. എന്താണ് ഇപ്പോഴത്തെ അന്വേഷണത്തിൻ്റെ ഗതി? ഹർഷൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിപ്പോൾ രണ്ടാം തവണയാണ് ഇതേ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ഈ പ്രതിയായിട്ടുള്ള വിനീഷ് രക്ഷപ്പെടുന്നത്. 2022 ഇയാളൊന്ന് രക്ഷപ്പെടുന്നു. അന്ന് കർണാടകയിൽ വെച്ചിട്ടാണ് ഇയാളെ പിടികൂടുന്നത്. അതും കർണാടകയിൽ വെച്ച് അവിടെ ഇയാൾ പൈസ ഉണ്ടായിരുന്നില്ല കയ്യിൽ. അപ്പോൾ മോഷണത്തിന് ശ്രമിക്കുന്നു. അവിടെ വെച്ച് നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയും അങ്ങനെയാണ് ഇയാളെ വീണ്ടും പിടിക്കുകയും ചെയ്യുന്നത്. 2021 ഈ കേസിനാസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത്. പെരിന്തൽമണ്ണ സ്വദേശിനിയായിട്ടുള്ള ദൃശ്യ എന്ന് പറയുന്ന പെൺകുട്ടിയെ ഇത്തരത്തിൽ വിവാഹാഭ്യർത്ഥന നടത്തുകയും അതിൽ പെൺകുട്ടി അംഗീകരിക്കാത്തതിനെ തുടർന്ന് കുത്തിക്കൊലപ്പെടുത്തുകയുമായിരുന്നു. തുടർന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുകയായിരുന്നു ഈ പ്രതിയെ. അവിടെ വെച്ച് ഇത്തരത്തിൽ ഇയാൾ മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിക്കുകയും അതോടെ തന്നെ സ്വയം ജീവനെടുക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെയാണ് ഇയാളെ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുന്നത്. അവിടെ വെച്ച് ഇപ്പോൾ രണ്ടാം തവണ ഇയാൾ രക്ഷപ്പെടുന്നു. ഇതിപ്പോൾ 5 ദിവസമായിട്ടുണ്ട് ഇയാൾ രക്ഷപ്പെട്ടിട്ട്. ഇയാൾക്ക് കണ്ടെത്തുന്നതിനാവശ്യമായിട്ടുള്ള ലുക്കൌട്ട് നോട്ടീസ് ഉൾപ്പെടെ പോലീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതും 4 ഭാഷകളിലായിട്ടാണ് പുറപ്പെടുവിച്ചിട്ടുള്ളതും. മലയാളം, തമിഴ്, കന്നഡ അടക്കമുള്ള ഭാഷകളിൽ ആണ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിട്ടുള്ളത്. ഇയാൾ ആദ്യഘട്ടത്തിൽ പോലീസിന്റെ ഒരു അനുമാനം ഇയാൾ കേരളത്തിൽ തന്നെ ഉണ്ടാകും എന്നുള്ളതായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ നമ്മൾ പോലീസുമായി ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് കേരളം വിട്ട് അന്യ സംസ്ഥാനത്തോട്ട് കടന്നിട്ടുണ്ടാവാനുള്ള സാധ്യത ഇവർ കണക്കിലെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തമിഴ്നാട്, കർണാടക, ആന്ധ്ര അടക്കമുള്ള പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചിട്ടാണ് അന്വേഷണം നടക്കുന്നത്. ആദ്യവട്ടം ഇയാൾ രക്ഷപ്പെട്ടപ്പോൾ കർണാടകയിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെയും കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. അവിടെ ഇയാൾക്ക് ബന്ധുക്കളുണ്ട്. അപ്പോൾ അവിടെ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. അത് മാത്രമല്ല, ഈ പ്രതി ഈ തെളിവെടുപ്പിന്റെ സമയത്ത് ഉൾപ്പെടെ ഈ കുടുംബത്തെ, ദൃശ്യയുടെ അമ്മയും സഹോദരിയുമാണ് ഇപ്പോൾ ഉള്ളത്, അവരെയും ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കുടുംബത്തിനും ഇപ്പോൾ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഈ പ്രതി എവിടെയാണ് എന്നതിനെപ്പറ്റി ഒരു വ്യക്തത പോലീസിനില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു വട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും രക്ഷപ്പെട്ട പ്രതിക്ക് കൃത്യമായിട്ടുള്ള സുരക്ഷ ഒരുക്കാൻ പോലീസോ അതോടൊപ്പം തന്നെ മാനസികാരോഗ്യ കേന്ദ്രത്തിലെ അധികൃതരോ തയ്യാറായിട്ടില്ല എന്നുള്ളതും ഒരു വലിയ പ്രശ്നമായി തന്നെ ഉന്നയിക്കുകയാണ്. അതും കൃത്യമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഇവിടെ ഇല്ല. അവിടെ ഉണ്ടായിരുന്ന സുരക്ഷയ്ക്ക് ഉണ്ടായിരുന്ന ആളുകളൊന്നും തന്നെ കൃത്യമായും അവിടെ ഉണ്ടാവാറില്ല എന്നൊരു ആരോപണം ആദ്യഘട്ടം തൊട്ട് തന്നെ കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിനെതിരെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിൽ ഈ പ്രതി രക്ഷപ്പെടുകയും 5 ദിവസത്തിന് മുകളിൽ അയാളെ കണ്ടെത്താനും കഴിയാത്തൊരു സാഹചര്യം ഉള്ളത്. അപ്പോൾ ഇയാളെ കണ്ടെത്തുന്നതിന് ആവശ്യമായിട്ടുള്ള അന്വേഷണം പോലീസ് നടക്കുന്നുണ്ട്. പക്ഷേ ആണ് വിവരങ്ങൾ നൽകിയത്. ദൃശ്യ കൊലക്കേസ് പ്രതി വിനീഷ് കേരളം വിട്ടു എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം.